നസൂഹായ തൗബ വേണം, എങ്കിലേ വൻപാപങ്ങൾ പുറത്തു തരുകയുള്ളൂ. തറാവീഹ് നിസ്കാരം കൊണ്ട് ഏത് പാപം പൊറുക്കും? ഏത് പാപം പൊറുക്കും? ചെറുപാപങ്ങൾ. നോമ്പ് കൊണ്ടും അങ്ങനെ തന്നെയാണ്, ചെറുപാപങ്ങൾ പൊറുക്കും. ഹദീസ് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് പിടിച്ചാൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും ആരൊരുവൻ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പവന്റെ ജീവിതത്തിൽ ചെയ്തുപോയിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ നോമ്പ് കൊണ്ടും പറ്റും, പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം കൊണ്ടും പറ്റും. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കുക, വ്യഭിചരിക്കുക, പലിശയുമായി ബന്ധപ്പെടുക, ഇത് മാത്രല്ല 7 വൻപാപങ്ങളുണ്ട്. സബഉൽ മുബിഖാത്ത് അത് മാത്രല്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം എത്രയാണ് വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ, അവരെ കരയിക്കൽ വൻ പാപത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ കണ്ണുനീര് നിന്നെ ഓർത്തിട്ടുണ്ടായ കണ്ണുനീരാണെങ്കിൽ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെയോ ഉമ്മ കരഞ്ഞാൽ, ഉപ്പ കരഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്നത് വൻ പാപത്തിന്റെ കരച്ചിലാണ്, വൻ പാപത്തിന്റെ ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കള്ളു കുടിച്ചിട്ടില്ല ഉസ്താദ്, നമ്മളാരും വ്യഭിചരിച്ചിട്ടില്ല, നമ്മളാരും പലിശയായിട്ട് ബന്ധമില്ല, അതൊക്കെയാണ്. അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ സിഹർ ചെയ്യൽ, അല്ലെങ്കിൽ ശിർക്ക് പ്രവർത്തിക്കൽ, അതൊക്കെയാണ് വൻപാപങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. വൻപാപങ്ങൾ അത് മാത്രമല്ല, അത് വൻപാപങ്ങളുടെ ലിസ്റ്റിൽ 7 എണ്ണത്തെ റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വൻപാപങ്ങളുടെ ലിസ്റ്റ് ധാരാളമാണ്.